Dear students, in this video I will be discussing nuclear fission and a nuclear reactor. Nuclear fission എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഹെവി ആയിട്ടുള്ളൊരു ആറ്റോമിക് ന്യൂക്ലിയായി എന്ന് വെച്ചാൽ ഹെവി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മാസ് നമ്പർ ഒരു 208 മേലെ ഉള്ള ഒരു ഹെവി ന്യൂക്ലിയസ് ന്യൂട്രോണിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യിച്ച് രണ്ടോ അതിലധികമോ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ഡിവൈഡ് ചെയ്യുന്ന അതിനൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ന്യൂട്രോണിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഏതൊരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെയും ഒരു നാച്ചുറൽ ഒരു ഔട്ട്കമാണ് ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുക എന്നുള്ളത് അല്ല. ഇപ്പോൾ റിയാക്ഷൻ ന്യൂട്രോൺ കൊണ്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ന്യൂക്ലിയസ് യുറേനിയം ന്യൂക്ലിയസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യുറേനിയം 92-235 ആണ്. ഈ ന്യൂക്ലിയസ് ന്യൂട്രോൺ അബ്സോർബ് ചെയ്യും. അതിനുശേഷം ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ ഡീക്കേ ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. അപ്പം ഈ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നതിന് പല ചാനൽസ് ഉണ്ട്. അപ്പം അതിൽ ഒരു ചാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്ട്രോൺഷ്യം സെനോണും ആയിട്ട് മാറുന്ന ചാനൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 ന്യൂട്രോൺസും എമിറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രോൺസും അതുപോലെ തന്നെ ഗാമ റേഡിയേഷൻസ് എന്ന് വെച്ചാൽ എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ഒരു ഹെവി ന്യൂക്ലിയസിന് സ്ട്രോൺഷ്യം സെനോണായിട്ട്, അതായത് യുറേനിയം 92-235 സ്ട്രോൺഷ്യം സെനോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ 2 ന്യൂട്രോൺസും എമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ചാനലാണ്, പർട്ടിക്കുലർ ചാനലാണ്. അപ്പം അതുപോലെ തന്നെ വേറൊരു ചാനലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോൺ വന്ന് യുറേനിയം 92-235 ഹിറ്റ് ചെയ്തു, കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്തു. അതിനുശേഷം ബേരിയം ക്രിപ്റ്റോണായിട്ട് മാറുന്ന ഒരു ചാനൽ. പക്ഷേ ഈ ഒരു കേസിൽ 3 ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആസ് എ റിസൾട്ട് ഓഫ് ഫിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കില്ല. ഇത് ചിലപ്പോൾ 2 ന്യൂട്രോൺസ് ആയിരിക്കാം, ചിലപ്പോൾ 3 ന്യൂട്രോൺസ് ആയിരിക്കാം. ഓൺ ആൻ ആവറേജ് പറയുന്നത് 2.5 ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഈ 2 പ്രോസസ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. 2 പ്രോസസ്സ് അല്ല, ഇതിലധികം പ്രോസസ്സ് ചാനൽസ് ഉണ്ടാവാം. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്രാഗ്മെന്റ്സ് സ്ട്രോൺഷ്യം സെനോൺ ആണ്, പക്ഷേ ഇവിടെ ബേരിയം ക്രിപ്റ്റോൺ ആണ്. ഇതുപോലെ മറ്റുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ എത്ര ന്യൂട്രോൺ ആണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഓൺ ആൻ ആവറേജ് 2.5 ന്യൂട്രോൺസ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുറേനിയം 92-235 എന്നുള്ളത് ഒരു ഫിഷനബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് ഫിഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയലാണ് വിത്ത് സ്ലോ ന്യൂട്രോൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ന്യൂട്രോൺ സ്ലോ ന്യൂട്രോൺ ആണ്, അതായത് എനർജി കുറഞ്ഞ ന്യൂട്രോൺ ആണെങ്കിൽ പോലും ഈ ഒരു മെറ്റീരിയലിന്, അതായത് യുറേനിയം 235 ഫിഷൻ നടക്കാനുള്ള ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഷൻ നടക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. സ്ലോ ന്യൂട്രോൺ ആയാലും കുഴപ്പമില്ല. പക്ഷേ യുറേനിയം 238 ആണെങ്കിൽ സ്ലോ ന്യൂട്രോൺ വഴി ന്യൂക്ലിയർ ഫിഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഫാസ്റ്റ് ന്യൂട്രോൺസ്, അതായത് എനർജി കൂടിയ കൈനറ്റിക് എനർജി കൂടിയ ന്യൂട്രോൺ വന്ന് ഹിറ്റ് ചെയ്താൽ മാത്രമേ യുറേനിയം 238 ന്യൂക്ലിയർ ഫിഷൻ നടക്കൂ. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ എങ്ങനെ നടക്കുന്നു എന്നതിനുള്ള ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്, ഒരു ന്യൂട്രോൺ വന്നിട്ട് യുറേനിയം 92-238 വന്ന് ഹിറ്റ് ചെയ്യുന്നു, കോമ്പൗണ്ട് വന്നിട്ട് അതിനുശേഷം കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആവുന്ന സമയത്ത് ഈ സപ്പോസ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്താണ്, ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂക്ലിയസിനെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ട് അസ്യൂം ചെയ്യും. ഇപ്പോൾ ഈ യുറേനിയം 92-238 ആണ് ലിക്വിഡ് ഡ്രോപ്പ് എന്ന് വിചാരിക്കുക. അത് കംപ്ലീറ്റ്ലി ആദ്യത്തെ കേസിൽ അത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. പിന്നെ ന്യൂട്രോൺ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് മാറും. കാര്യം കോമ്പൗണ്ട് ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്, അതിനൊരു ഓസിലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് പോയി പിന്നെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പ്
വെർട്ടിക്കലായിട്ടുള്ള ഓസിലേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഓസിലേഷൻസ് ഈ ലിക്വിഡ് ഡ്രോപ്പിന് ഉണ്ടാവും. അപ്പോൾ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ടൈമിനനുസരിച്ച് ഇതിങ്ങനെ ഇതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ലിക്വിഡ് ഡ്രോപ്പ് ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ലിക്വിഡ് ഡ്രോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ന്യൂക്ലിയസ് ആണ്, അതായത് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന ചാനൽ, സെനോണും സ്ട്രോൺഷ്യവുമായിട്ട് മാറുന്ന ചാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ന്യൂട്രോണും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓസിലേഷൻ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓസിലേഷൻസ് നടക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ ഓസിലേഷനിൽ എവിടെയെങ്കിലും ഒരു ബോട്ടിൽ നെക്ക് റീജിയൻ ഉണ്ടാവും. അതായത് ബോട്ടിലിൻ്റെ കഴുത്ത് പോലെയുള്ള ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ഓസിലേഷൻസ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ നെക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബോട്ടിൽ നെക്കിൻ്റെ ഇവിടെയുള്ള തിക്നെസ് കുറയുന്ന സമയത്ത് കുറഞ്ഞ് അവസാനം അതൊരു 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഇതാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമുക്ക് ഒരു ചെറിയൊരു വലിയ ലിക്വിഡ് ഡ്രോപ്പ് ആവുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് നിലനിർത്താൻ അതിനൊരു വളരെ പ്രയാസമായിരിക്കും. അപ്പം വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ടാണ് വളരെ മാസ് നമ്പർ കൂടിയ ആറ്റോമിക് ന്യൂക്ലിയൊക്കെ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ വലിയൊരു ലിക്വിഡ് ഡ്രോപ്പ് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ന്യൂട്രോണിനെ കൊണ്ട് ഹിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചെറിയൊരു ഡ്രോപ്പ് കൂടി ആ ഓൾറെഡി അൺസ്റ്റേബിൾ ആയിട്ടുള്ള വലിയൊരു ലിക്വിഡ് ഡ്രോപ്പാണ്, അതിലേക്ക് ചെറിയൊരു ലിക്വിഡ് ഡ്രോപ്പ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓസിലേഷൻസ് കാണാൻ പറ്റും. എന്നിട്ട് ഫൈനലി ഓസിലേഷൻ്റെ ഫലമായിട്ട് ഒരു ബോട്ടിൽ നെക്ക് റീജിയൻ ക്രിയേറ്റ് ചെയ്ത് അത് അങ്ങനെ 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഇങ്ങനെയാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് എന്നാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാഫാണ്. അപ്പം ഇത് ന്യൂക്ലിയർ ഫിഷൻ വഴി കിട്ടുന്ന പ്രൊഡക്ട്സ്, അതായത് നമ്മളിവിടെ പറഞ്ഞു സെനോണും സ്ട്രോൺഷ്യം, ഇത് 2 പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇതെപ്പോഴും അൺഈക്വൽ മാസസ് ആയിട്ട് ഉള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടാറ്. യൂഷ്വലി അൺഈക്വൽ ആയിട്ടാണ് കിട്ടാറ്. അതായത് എക്സാക്ട്ലി 2ആയിട്ട് മുറിക്കുകയല്ല ന്യൂക്ലിയസിനെ ചെയ്യുന്നത്. ഒന്നൊരു 140 അറൗണ്ട് മാസുള്ള ഒരു ന്യൂക്ലിയസും ഒന്നൊരു 90 അറൗണ്ട് മാസുള്ള ന്യൂക്ലിയസുമാണ്. അപ്പം ഒരുപാട് ഫിഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ഫിഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ന്യൂക്ലിയസിൻ്റെ ഒക്കെ മാസ് നമ്പർ വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ് ആക്സിസിൽ മാസ് നമ്പറാണ്, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് ഈൽഡ്. അതായത് ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പം 80 മാസ് നമ്പറുള്ള എത്ര ശതമാനം ന്യൂക്ലിയസ് കിട്ടിയിട്ടുണ്ട്, ആ ഈൽഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 80 മാസ് നമ്പർ ആണെങ്കിൽ എത്ര ശതമാനം ഉണ്ട് ഇവിടെ? 0.1%. അതായത് 0.1% എന്ന് പറയുമ്പോൾ എത്ര വരും? 10%. ഇത് 0.1% ആണ്. അപ്പോൾ 0.1% ന്യൂക്ലിയസിന് 80 മാസ് നമ്പർ ഉണ്ട്. 80 മാസ് നമ്പറുള്ള വളരെ കുറവ് ഈൽഡേ കിട്ടുന്നു. 80 മാസ് നമ്പറുള്ള ന്യൂക്ലിയസ് വളരെ കുറഞ്ഞ് കിട്ടുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അറൗണ്ട് 90 അല്ലേ, ഇവിടെയാണ് അതിൻ്റെ പീക്ക് ഉള്ളത്. ഒരു പീക്ക് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ പീക്ക് എന്ന് പറയുന്നത് 90 ആണ് ഏകദേശം വരുന്നത്. 90 ഉള്ളത് ഏകദേശം ഒരു 6-7% ന്യൂക്ലിയസിന് അത്ര വരാറുണ്ട്. പിന്നെ ഒരു പീക്ക് ഇവിടെ ഉണ്ട്. ആ പീക്ക് ഏകദേശം 140 ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു മേജർ ആയിട്ടുള്ള ചാനലാണ് സെനോൺ എന്നുള്ളത്. 140 മാസ് നമ്പറുള്ള കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രോൺഷ്യം 94 മാസ് നമ്പറുള്ള സ്ട്രോൺഷ്യം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കർവിൽ 2 പീക്ക്, ഒന്ന് അറൗണ്ട് 94 ആയിരിക്കും, ഒന്ന് അറൗണ്ട് 140 ആയിരിക്കും. ഇനി അടുത്തതാണ് ചെയിൻ റിയാക്ഷൻ. അപ്പം ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ട് ഒരു
ഒരു ന്യൂട്രോൺ ഒരു യുറേനിയത്തിൽ ഒരു ന്യൂക്ലിയർ ഫിഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് 2 ഫ്രാഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം സെനോണും സ്ട്രോൺഷ്യം. അതിൻ്റെ കൂടെ തന്നെ 2 അതിലധികമോ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് 2 ന്യൂട്രോൺ ആയിരിക്കാം, ചിലപ്പോൾ 1 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ഫലമായിട്ട് ഫിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ന്യൂട്രോൺസിന് ഇപ്പോൾ നമ്മളൊരു ബൾക്കായിട്ടൊരു യുറേനിയം സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൽ ന്യൂക്ലിയർ ഫിഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫിഷൻ്റെ ഫലമായിട്ടുണ്ടായ ന്യൂട്രോൺസ് അടുത്ത ആറ്റത്തിൽ ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ ഒറ്റ യുറേനിയത്തിൽ ഇനീഷ്യേറ്റ് ചെയ്ത പ്രോസസ്സ് ഒരു ചെയിനായിട്ട് അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് ന്യൂട്രോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ന്യൂട്രോൺസ് എല്ലാം അടുത്ത യുറേനിയത്തിൽ ന്യൂക്ലിയർ ഫിഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അത് ഇനീഷ്യേറ്റ് ചെയ്ത് വീണ്ടും ഫിഷൻ നടക്കും. ആ ഓരോ ഫിഷൻ നടക്കുന്ന സമയത്ത് ന്യൂട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ന്യൂട്രോൺസ് എല്ലാം അടുത്ത യുറേനിയം ന്യൂക്ലിയസിൽ ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ന്യൂട്രോൺസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പോകും. അപ്പം ഇങ്ങനെ ചെയിനായിട്ട് ഒന്നിൽ ഇനീഷ്യേറ്റ് ചെയ്തത് പിന്നീട് അങ്ങനെ ചെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ന്യൂട്രോൺസ്, ഇപ്പോൾ 2-3 ന്യൂട്രോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് പകരം ഒരു ഫിഷൻ നടക്കുന്ന സമയത്ത് ഒറ്റ ന്യൂട്രോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 2-3 പ്രൊഡ്യൂസ് ചെയ്താലും അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ചെയ്തിട്ട് സപ്പോസ് ഒരു ന്യൂട്രോൺ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് ന്യൂക്ലിയർ ഫിഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് എന്താണ്, ഫിഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫിഷൻ നടന്നു, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രോൺ അടുത്ത ഫിഷൻ നടത്തി, വീണ്ടും ഫിഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ അടുത്തതിൽ നടത്തി. അപ്പം ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്, സബ് ക്രിട്ടിക്കൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷൻ ഇനീഷ്യേറ്റ് ചെയ്തു, അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രോണ് അടുത്തതിൽ ഫിഷൻ നടത്തി, പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ എന്നുള്ളത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു ന്യൂട്രോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ലോ ന്യൂട്രോൺ പലപ്പോഴും ഫിഷൻ നടത്താൻ ചിലപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ചെയിൻ റിയാക്ഷൻ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്തു, കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തു, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അതായത് സാവധാനം അത് ന്യൂക്ലിയർ ഫിഷൻ നടക്കാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും. അങ്ങനെയുള്ളതാണ് സബ് ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സബ് ക്രിട്ടിക്കൽ കണ്ടീഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല, പക്ഷേ ഈ 2 കണ്ടീഷൻ, ക്രിട്ടിക്കൽ കണ്ടീഷനും സൂപ്പർ ക്രിട്ടിക്കൽ കണ്ടീഷനും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന 2 കണ്ടീഷൻസ് ആണ് ഇത് 2. ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറിലാണ്. അതായത് കോൺസ്റ്റന്റ് റേറ്റിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾക്ക് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് നടക്കുന്നത്. അപ്പോൾ ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനാണ് ആറ്റം ബോംബിൽ യൂസ് ചെയ്യുന്നത്.